നമസ്കാരം. ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, അവരുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുക, മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക, അട്ടിമറിയിലൂടെ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക, അവരുടെ പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ കൊലപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യങ്ങൾ. കുറച്ച് ആളുകളെ, സാധാരണക്കാരെ, പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ കൊലപ്പെടുത്താൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിഞ്ഞു എന്നതിലപ്പുറം അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടാൻ അവർക്കായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം അവസാനിച്ചോ കാര്യങ്ങൾ? അമേരിക്കൻ സെനറ്റർ മാർക്ക് കെല്ലി പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല, അവരുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും അവർ നിരായുധരാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ യുദ്ധം കൊണ്ട് തിരിച്ചടികൾ മാത്രം കിട്ടിയ ഈ യുദ്ധം അമേരിക്കക്കാർക്കും ഗുണം ചെയ്തില്ല, ഭരണകൂടത്തിനും ഗുണം ചെയ്തില്ല. ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും നിരായുധരായിക്കൊണ്ടിരിക്കുന്നു. ആയുധങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും പോയിരിക്കുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ, ഇറാന്റെ പ്രഹരശേഷിയെ പ്രതിരോധിക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അമേരിക്കയോടൊപ്പം നിന്നാൽ ഗൾഫിന്റെ ഭാവി, ആ രാജ്യങ്ങളുടെ ഭാവി അവതാളത്തിലാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായി. ഈ ഒരു സാഹചര്യം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ റഷ്യയും ചൈനയും തീരുമാനിച്ചു. റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ഇനി മറ്റു ചില ഇടപെടലുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. ഇറാന് ധൈര്യമുണ്ട്, ചങ്കൂറ്റമുണ്ട് എന്ന് മനസ്സിലാക്കിയ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഇറാനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് കാലമായി അവർ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന ആ കണക്കുകളൊക്കെ തീർക്കാൻ, അമേരിക്കയോടുള്ള കണക്കുകൾ തീർക്കാൻ അവർ തീരുമാനിച്ചു. അവർ ഇന്നും ആ നിലപാടിലാണ്. ട്രംപ് എവിടെ കൊണ്ട് ചെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇനി എന്ത് പറയണമെന്നറിയാതെ ട്രംപ് പരക്കം പായുന്നു, വട്ടം കറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കയുടെ ആയുധപ്പുരകളൊക്കെ കാലിയായിരിക്കുന്നു, ആയുധങ്ങളില്ല. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല, ഇസ്രായേലിന് കഴിയുന്നില്ല. ഇസ്രായേലുമായിട്ടുള്ള വലിയ ആയുധ ഇടപാടുകൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ട്രംപ് നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആയുധക്ഷാമം ഇസ്രായേലിനെ വലിയ രീതിയിൽ തന്നെ വേട്ടയാടിയിരുന്നു. ഈ ആയുധക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഈ കഴിഞ്ഞ സമയത്ത് ചില ഇടപെടലുകൾ നടത്തിയത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വലിയ രീതിയിലുള്ള ആയുധ ഇടപാടുകൾ അമേരിക്ക നടത്തി എന്ന വാർത്തയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവിടെ UAE-ക്കോ അല്ലെങ്കിൽ ഖത്തറിനോ കുവൈത്തിനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഈ രാജ്യങ്ങൾ. അമേരിക്കയും അത്തരമൊരവസ്ഥയിലേക്ക് പോയി. തുടർച്ചയായി തിരിച്ചടികൾ മാത്രമാണ് ഇറാനുമായി യുദ്ധം ചെയ്തതിന്റെ ഭാഗമായി അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ഇസ്രായേലിനും ഒക്കെ ഉണ്ടായത്. ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ലാഭവുമില്ല. വലിയ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് ഈ യുദ്ധത്തിന്റെ തിരിച്ചടി നേരിട്ട രാജ്യങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഇറാനിലും നഷ്ടങ്ങളുണ്ട്. അവരുടെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെ കൊലപ്പെടുത്താൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഞങ്ങൾ കൈവശപ്പെടുത്തും, ആരും ഭയപ്പെടേണ്ടതില്ല, അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖംനായി സൈന്യത്തിനൊരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്കയും ഇസ്രായേലും അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ മുജ്തബ ഖംനായി അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെട്ടു, മുഖം വികൃതമായി എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷ തിമിർപ്പിലായിരുന്നു. എന്തായാലും ആ ആഘോഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്, അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. മുജ്തബ ഖംനായി നേരിട്ടിറങ്ങി ഇവിടെ സൈന്യത്തിന് കൃത്യമായ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, സർവശക്തിയും എടുത്ത് തിരിച്ചടിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് മുജ്തബ ഖംനായി ഈ കഴിഞ്ഞ ദിവസം സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത എന്താണ് എന്നുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. അമേരിക്ക ഹോർമൂസിൽ അകപ്പെട്ടിട്ടുള്ള കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് പാതയൊരുക്കുന്നതിന് വേണ്ടി അമേരിക്ക ഹോർമൂസിൽ ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടലിന്റെ പ്രത്യാഘാതം അമേരിക്കയുടെ സഖ്യകക്ഷികളൊക്കെ അനുഭവിച്ചു.
മാലപ്പടക്കത്തിന് തീ കൊളുത്തും പോലെയാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഖത്തറിലേക്കും കുവൈത്തിലേക്കും UAE-യിലേക്കും ഒക്കെ അവർ വിക്ഷേപിച്ചത്. എല്ലാ മേഖലകളിലും ഒരുമിച്ച് പൊട്ടിച്ചു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. എന്തായാലും അമേരിക്കൻ നീക്കം പരാജയമാണ് എന്നതാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹോർമൂസിൽ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ഫലപ്രയോഗത്തിലൂടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തുകൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഭീഷണി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സർവശക്തിയും എടുത്ത് ശത്രുക്കളെ തിരിച്ചടിക്കണമെന്നുള്ള ഒരു സന്ദേശം കൊടുത്ത് മുജ്തബ കംനായി തന്റെ സൈന്യത്തെ പ്രചോദിപ്പിച്ചിരിക്കുകയാണ്. പോരാട്ടം അവസാനിപ്പിക്കരുത്, ശത്രു കീഴടങ്ങും വരെ, ശത്രു സറണ്ടർ ആകും വരെ പോരാട്ടം അവസാനിപ്പിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു പാഠം പഠിപ്പിച്ച ഇറാൻ ഇനി പാഠം മാത്രമല്ല പരാജയത്തിന്റെ കയ്പ് നീരുകൂടെ കുടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് എവിടെ എത്തി നിൽക്കുന്നു ഈ സംഘർഷം, ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ എന്തായാലും അമേരിക്കൻ സെനറ്റർ പറഞ്ഞത് തന്നെയാണ് അതിന് കൃത്യമായ ഉത്തരം. മാർക്കെല്ലി പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇറാനെ നിരായുധീകരിക്കാൻ ഇറങ്ങി. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അവർ നിരായുധരായി, സ്വന്തം കയ്യിലുള്ള ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ആയുധങ്ങളില്ലാതെ ആയുധപ്പുര കാലിയായ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങൾ പോയി. ലാഭം എന്താണ് എന്ന് പരിശോധിച്ചാൽ യുദ്ധം തുടങ്ങി അമേരിക്കക്കും ഇസ്രായേലിനും എന്ത് ലാഭമുണ്ടായി? എവിടെ യുദ്ധം ചെയ്താലും അവർക്ക് ലാഭമുണ്ടാകാറുണ്ട്, എവിടെ അധിനിവേശം നടത്തിയാലും അവർ വലിയ ലാഭമുണ്ടാക്കാറുണ്ട്. എന്തായാലും ഇറാനിൽ അധിനിവേശം നടത്താൻ ഒരു ഒരുക്കം നടത്തിയ അമേരിക്കക്കും ഇസ്രായേലിനും നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് പറയാനുള്ളത്. ആയുധം കാലിയായി എന്ന് മാത്രമല്ല, ലോകത്തൊറ്റപ്പെട്ടു. പരിഹാസ്യനായിട്ടുള്ള ഒരു കഥാപാത്രമായി മാറി ട്രംപ്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാജ്യത്ത് നിന്ന്, ഇസ്രായേൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് നിന്ന് ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയായി മാറി. അതുപോലെ തന്നെ ലോകത്തൊരിടത്തും അമേരിക്കൻ പൗരന്മാരും അതുപോലെ തന്നെ ഇസ്രായേൽ പൗരന്മാരും സുരക്ഷിതരല്ലാത്ത ഒരു സാഹചര്യം ഈ യുദ്ധം കൊണ്ട് അവർ സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇറാനുമായി യുദ്ധം ചെയ്തതിന്റെ ഭാഗമായി അമേരിക്കക്കും ഇസ്രായേലിനും ലോകത്തിനോട് പറയാനുള്ളത്. പക്ഷെ അത് അവർ പറയാൻ തയ്യാറാകുന്നില്ല, എല്ലാം മറച്ചു വെക്കുകയാണ്. എന്തായാലും എങ്ങനെ മറച്ചു വെച്ചാലും ലോകം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്.